അറിവ് അധികാരം നൽകും. പക്ഷേ ബഹുമാനം നൽകുന്നത് നിങ്ങളുടെ സ്വഭാവമാണ്. ബ്രൂസ് ലീ. ഏകദേശം 8 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2014 ഒക്ടോബറിൽ, ന്യൂയോർക്ക് നഗരത്തിന്റെ തിലകക്കുറിയായ വാൾഡ്രോഫ് അസ്റ്റോറിയ ഹോട്ടൽ തന്റെ കൈവെള്ളയിലേക്ക് ഒതുങ്ങി വന്ന സന്തോഷത്തിൽ ആറാടുകയായിരുന്നു ചൈനീസ് ഇൻഷുറൻസ് ഭീമൻ, അൻബാങ് ഇൻഷുറൻസ് ഗ്രൂപ്പിന്റെ ചെയർമാനും സിഇഒയുമായിരുന്ന വുസിയാഹുയി. $2 ബില്യൺ പലരുടെയും കണ്ണുകളുടക്കിയ ഈ ആഡംബര ഹോട്ടലിന്റെ കച്ചവടം ഹിൽട്ടനുമായി വുസിയാഹുയി ഉറപ്പിച്ചത്. കാനഡയിലെ വാൻകൂവറിൽ നിന്ന് വാരിയെടുക്കുന്ന പണത്തിന്റെ ബലത്തിൽ ന്യൂയോർക്കിലെ ഏതൊരു ഹോട്ടലിനും വില പറയുവാൻ തക്കവിധം വുസിയാഹുയി അപ്പോഴേക്കും വളർന്നു കഴിഞ്ഞിരുന്നു. ചൈനീസ് രാഷ്ട്രീയ ഇടനാഴികളിൽ നെഞ്ചു വിരിച്ചു നടന്ന വുസിയാഹുവിന്റെ വളർച്ച ആരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു. എന്നാൽ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞത് നൊടിയിടയിലായിരുന്നു. കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിൽ വമ്പൻ നിക്ഷേപങ്ങൾ നടത്തിയ വുസിയാഹുവിനെ ഒടുവിൽ ചൈനീസ് സർക്കാർ 2018 അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. അൻബാങ് ഇൻഷുറൻസിന്റെ കൈവശമുണ്ടായിരുന്ന വൃദ്ധസദന ശൃംഖലയായ റിട്ടയർമെന്റ് കൺസെപ്റ്റും നിരവധി ആഡംബര ഹോട്ടലുകളും എല്ലാം ഒറ്റ രാത്രി കൊണ്ട് ചൈനീസ് സർക്കാരിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങി. $1 ബില്യൺ റിട്ടയർമെന്റ് കൺസെപ്റ്റ് 2017 അൻബാങ് വാങ്ങിയിരുന്നത്. ചൈനയിൽ നിന്നുള്ള വുസിയാഹുവിൻ്റേത് ഉൾപ്പെടെ ചൈനീസ് സർക്കാരിന്റെ നിയന്ത്രണത്തിലേക്ക് കാനഡയിലെ വാൻകൂവറിൽ കൂടുതൽ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണെന്നതാണ് സത്യം. അമേരിക്കയുടെ അതിർത്തി പ്രദേശമായ വാൻകൂവറിൽ ചൈനയുടെ വേരുകൾ ആഴത്തിലിറങ്ങുന്നത് ഏറെ അലോസരപ്പെടുത്തുകയാണ് അമേരിക്കയെ. അമേരിക്കൻ ടൈംസ് പരിശോധിക്കുകയാണ് വാൻകൂവറിലെ ചൈനീസ് താൽപര്യങ്ങൾ. കാനഡയുടെ പടിഞ്ഞാറൻ പ്രവിശ്യയിലുള്ള ബ്രിട്ടീഷ് കൊളംബിയയിലെ സമ്പത്തിന്റെ പർദീസയായ വാൻകൂവർ കോടീശ്വരന്മാരുടെ ലോക സമ്മേളനം നടക്കുന്ന സ്ഥലം കൂടിയാണെന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ 2 ദശാബ്ദങ്ങൾക്കിടയിൽ മാത്രം വാൻകൂവറിനെ തങ്ങളുടെ വാസകേന്ദ്രമാക്കി മാറ്റിയത് 20,000-ഓളം കോടീശ്വരന്മാരാണെന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ കോടീശ്വരന്മാരിൽ ഭൂരിപക്ഷം പേരും ചൈനക്കാരാണെന്നുള്ളതാണ് മറ്റൊരു സത്യം. കോടീശ്വരന്മാർ മാത്രമല്ല, വാൻകൂവറിലെ ജനസംഖ്യയിൽ ഏറ്റവും അധികം പേർ ചൈനീസ് ഭാഷ സംസാരിക്കുന്നവർ കൂടിയാണ്. കൃത്യമായി പറഞ്ഞാൽ 30% പേർ. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ കനേഡിയൻ സർക്കാരിന്റെ സുഗമമായ നയങ്ങളിലൂടെ സാധ്യമായതിനാൽ വാൻകൂവറിൽ ചൈനക്കാർ സമീപകാലത്തായി ധാരാളമായി സ്ഥലം വാങ്ങിക്കൂട്ടുകയാണ്. അൻബാങ് ഇൻഷുറൻസ് കമ്പനിയെ പോലെ വാൻകൂവറിൽ ഷോപ്പിംഗ് നടത്തിയ നിരവധി ചൈനീസ് വമ്പന്മാരുണ്ട്. റിച്ച്മണ്ട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നോർസാറ്റ് ഇന്റർനാഷണൽ സ്വന്തമാക്കിയ ചൈനയുടെ ഹൈറ്റേര കമ്മ്യൂണിക്കേഷൻസ്, ചൈനീസ് ഗവൺമെന്റിന്റെ ആശീർവാദത്തോട് തുടങ്ങിയ ചൈന മിൻഷങ് ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഗ്രൗസ് മൗണ്ടൻ സ്കൈ ഓപ്പറേഷൻസിൽ നടത്തിയ വലിയ നിക്ഷേപങ്ങളൊക്കെ ഇതിൽ ചിലത് മാത്രമാണ്. Live in Canada 5 years ago. The businessman is quite the fan of luxury cars, from his Aston Martin at €200,000 to his Bentley, a snip at just $380,000. That's why a lot of Chinese, when they come over to Canada, they say, wow, this car is so inexpensive. I want to buy 2. So, yeah. In fact, if the government change a policy, suddenly you can be from very rich to become very regular or with no money, right? Versus here, I don't think that the government is going to do that to anyone. വാൻകൂവറിൽ റിയൽ എസ്റ്റേറ്റ് വിപണിയുടെ 1/3% ചൈനക്കാരാണെന്നാണ് നാഷണൽ ബാങ്ക് ഓഫ് കാനഡ നടത്തിയ പഠനം പറയുന്നത്. ചൈനീസ് നിക്ഷേപത്തിന്റെ ഈ വളർച്ച മൂലം തദ്ദേശീയരായ ആളുകൾക്ക് വാൻകൂവറിൽ വീടോ സ്ഥലമോ വാങ്ങുകയെന്നത് ഇന്ന് വെറും ഒരു സങ്കല്പമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വാൻകൂവറിൽ ചൈനക്കാർ നടത്തുന്ന വൻതോതിലുള്ള നിക്ഷേപങ്ങളെ അമേരിക്ക ഏറെ ആശങ്കയോടെയാണ് ഇന്ന് നോക്കിക്കാണുന്നത്. അമേരിക്കയുടെ സമീപ പ്രദേശമായ കാനഡയിലെ തന്ത്രപ്രധാനമായ വാൻകൂവറിലേക്ക് വൻതോതിൽ ചൈനീസ് നിക്ഷേപം എത്തുമ്പോൾ സുരക്ഷാപരമായ ആശങ്കകളും അമേരിക്കയ്ക്കുണ്ടാകുന്നുണ്ട്. Look very, very carefully at security issues, at economic impacts, at whether or not this is truly in the national interest.
Over the last decade, Chinese state-owned and some private companies have gobbled up key Canadian assets in oil and gas, in real estate, communications, and high tech. Looks like Chinese investors are getting even hungrier for property in Canada these days. The federal government is under fire over proposed Chinese takeover of a Vancouver firm. Last week, the government said it would allow Chinese investors to buy the Canadian tech firm Norsat. Some of those sales raise national security concerns from experts here and others outside of Canada. And remember, China is also suspected of a series of hacks, of cyber attacks on the Canadian government over the last few years. വാൻകൂവറിൽ ചൈനീസ് കുടിയേറ്റക്കാർ നടത്തുന്ന വമ്പൻ നിക്ഷേപങ്ങൾ തദ്ദേശീയരായവരിൽ കടുത്ത ആശങ്കകൾ സൃഷ്ടിക്കുവാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. താങ്ങാനാകാത്ത വിധം വീടുകളുടെ വില ഉയർന്നതിനും കള്ളപ്പണം വെളുപ്പിക്കലിനും സംഘടിത കുറ്റകൃത്യങ്ങൾക്കും മയക്കുമരുന്ന് മാഫിയകൾക്കും ഒക്കെ കാരണമാകുന്നത് ചൈനീസ് നിക്ഷേപത്തിന്റെ കടന്നുകയറ്റമാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. കാനഡയിൽ നേരത്തെ തന്നെ നിലനിന്നിരുന്ന ഏഷ്യ വിരുദ്ധ വികാരങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകർന്നിരിക്കുകയാണ് ചൈനയെ പറ്റിയുള്ള ഈ ആരോപണങ്ങൾ. കാനഡയിൽ ജനിച്ചു വളർന്ന ചൈനക്കാർ ചൈനീസ് സർക്കാരിനായി പണിയെടുക്കുകയാണെന്നും കാനഡയുടെ രാഷ്ട്രീയ പാർട്ടികളിലും കോർപ്പറേഷനുകളിലും എന്തിനേറെ പറയുന്നു യൂണിവേഴ്സിറ്റികളിലുമെല്ലാം അവർ നുഴഞ്ഞു കയറുകയാണെന്നും തദ്ദേശീയർ ആരോപിക്കുന്നു. ചൈനയും കാനഡയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളും അമേരിക്ക ആശങ്കയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ദശാബ്ദത്തിൽ ചൈനീസ് സമ്പദ് വ്യവസ്ഥ 3 മടങ്ങായി വളർന്നപ്പോൾ ചൈനയിൽ നിന്ന് കാനഡയിലേക്കുള്ള കയറ്റുമതി 2 മടങ്ങായി വർദ്ധിച്ച് $27.3 ബില്യൺ മാറിയിരുന്നു. അതേസമയം കാനഡയിലേക്ക് ചൈനയിൽ നിന്നുള്ള നിക്ഷേപം വരുന്നതിനോട് അനുകൂലമായ സമീപനമാണ് യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിലെ ചൈന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ഗോർഡൻ ഹോൾഡനെ പോലെയുള്ളവർ വിലയിരുത്തുന്നത്. ചൈനയിൽ നിന്നുള്ള വിദേശ നിക്ഷേപത്തിന്റെ വരവ് കുറഞ്ഞാൽ കാനഡയുടെ സമ്പദ് വ്യവസ്ഥയെ അത് ദുർബലപ്പെടുത്തുമെന്നും കാനഡയിലെ ജീവിത നിലവാരം കുറയുമെന്നും അദ്ദേഹത്തെ പോലുള്ളവർ കണക്ക് കൂട്ടുകയും ചെയ്യുന്നു. ഏഷ്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കയിലെയും യൂറോപ്പിലെയും സമ്പദ് വ്യവസ്ഥകളെ ബന്ധിപ്പിക്കുവാനും ഏഷ്യൻ അമേരിക്കൻ തുറമുഖങ്ങളെ കൂട്ടിയിണക്കാനുമാണ് $1 ട്രില്യൺ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ ഭാഗമായി ഇക്കഴിഞ്ഞ ജൂലൈയിൽ ബ്രിട്ടീഷ് കൊളംബിയയിൽ ചൈനീസ് സർക്കാർ ബെൽറ്റ് ആൻഡ് റോഡ് വെയർഹൌസിന് തുടക്കം കുറിച്ചത്. ദ വാൻകൂവർ ലോജിസ്റ്റിക് പാർക്ക് എന്ന പേരിലാണ് 5 ലക്ഷത്തോളം ചതുരശ്ര അടിയുള്ള ഈ കേന്ദ്രം വരുന്നത്. പഴയ കാലത്തെ സിൽക്ക് റൂട്ട് പോലെ ഒരു ആഗോള വ്യാപാര ശൃംഖല സൃഷ്ടിക്കുകയാണ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിന്റെ ബെൽറ്റ് ആൻഡ് റോഡ് സംരംഭത്തിന്റെ പിന്നിലെ ഉദ്ദേശം. I'm aware of a case where a woman who declares herself a student has bought a $15 million mansion in Vancouver, followed up by a $14 million mansion. By looking at the case, I understand that her family has transferred $100 million from China. They're wanted, or the father is wanted on bribery and corruption charges, and they've wire transferred through these underground drug banks in Hong Kong massive funds into Canadian banks that's gone straight into real estate. That's probably a more direct path to understand how Vancouver, Toronto real estate. അടുത്ത കാലത്തായി ചൈന ന്യൂയോർക്കിലും കാനഡയിലും ഉൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗത്തും ചൈനീസ് പോലീസ് ഔട്ട്പോസ്റ്റുകൾ വരെ സ്ഥാപിച്ചത് ഏറെ സംശയത്തോടെയാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നോക്കിക്കാണുന്നത്. ചൈനീസ് കുറ്റവാളികളെ തെരഞ്ഞുപിടിച്ച് തിരികെ നാട്ടിലെത്തിക്കുവാനാണെന്ന് പറയുന്നെങ്കിലും ഒരു സമാന്തര പോലീസ് സംവിധാനം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് മനുഷ്യാവകാശ സംഘടനയായ സേഫ് ഗാർഡ് പോലെയുള്ളവരുടെ വിലയിരുത്തൽ. അടുത്തയിടെ UBC സ്കൂൾ ഓഫ് പബ്ലിക് പോളിസി ആൻഡ് ഗ്ലോബൽ അഫയേഴ്സ് നടത്തിയ ഒരു സർവേ പ്രകാരം കനേഡിയൻസിൽ ഭൂരിപക്ഷവും ചൈനയുടെ നിലവിലെ രാഷ്ട്രീയ സംവിധാനത്തിൽ വിശ്വാസമില്ല. തങ്ങളുടെ രാജ്യത്ത് ചൈനയുടെ ഈ സ്വാധീനം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നത് ഒരു സുരക്ഷാ ഭീഷണിയായി അവർ കാണുകയും ചെയ്യുന്നു. പതുക്കെ പതുക്കെ അടുക്കളയിലൂടെ കയറി ഒടുവിൽ വീട് പിടിച്ചെടുക്കുവാനുള്ള തന്ത്രം മെനയുകയാണോ ചൈനീസ് ഗവൺമെന്റ് എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.